നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ വലിയതായിട്ട് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ഫുള്ളായിട്ട് ഷോ ചെയ്യുന്നില്ല. അതിന്റെ കൂടെ അതായത് ഇന്ന് നമുക്ക് ഇവിടെ ഒരു പോട്ട്ലക്ക് നടത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് നമ്മൾ എല്ലാ ലേഡീസും കൂടിയിട്ട് അതായത് കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു പോട്ട്ലക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞത് നെയ്പത്തലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എങ്ങനെയാ നെയ്പത്തലാക്കുന്നത് എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ, അതിന്റെ കൂടെ നമ്മളെ ഈ പോട്ട്ലക്കിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് തരാം. നമ്മൾ എൻജോയ് ചെയ്ത ഒരു മെമ്മറബിൾ ആയ ഒരു ഡേയുടെ ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ പോട്ട്ലക്ക് പ്ലാൻ ചെയ്തിരുന്നെ ഞാൻ നെയ്പത്തല എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ണൂരിലുള്ള ഫേമസ് ആയിട്ടുള്ള നെയ്പത്തല ഇവിടെ അധികം ആർക്കും അറിയില്ല. അപ്പം നെയ്പത്തലാക്കാനുള്ള പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ചായപാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് 2 ചീനച്ചട്ടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റീലിൻ്റെ പാത്രവും കുഴച്ചെടുത്തതിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോട്ടഡ് സ്പൂണും ആക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോട്ടഡ് സ്പൂണും പിന്നെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നെയ്പത്തൽ എങ്ങനെ ആക്കുന്നതെന്നുള്ള ഷോർട്ട് വീഡിയോ, അത് പ്രോപ്പർ നെയ്പത്തൽ ഇങ്ങനെ ആക്കുന്നതെന്നുള്ളൊരു വാദമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എങ്ങനെ ആക്കുന്നതെന്നുള്ളൊരു വീഡിയോ കൂടിയാണിത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പോട്ട്ലക്കിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ നെയ്പത്തലാക്കുന്നത് അരിപ്പൊടീനെ കൊണ്ടാണ്. എല്ലാവരും അരിപ്പൊടീനെ കൊണ്ട് തന്നെ ആക്കുക. ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ആഴ്ചയിലെ റൈസ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പൊതുവേ എല്ലാവരും അപ്പപ്പൊടിയാണ് എടുക്കുക. ഞാൻ പക്ഷേങ്കിൽ പുട്ടുപൊടിയിലാണ് ആക്കാറ്. എന്തായാലും ആ ഒരു സോഫ്റ്റ് അല്ല, ആ ഒരു തരി ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് പ്രോപ്പറായിട്ട് കിട്ടണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പുട്ടുപൊടിയിലാക്കിയാലാണ് കറക്റ്റായിട്ട് കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കാര്യമായിട്ട് മറന്നുപോയൊരു കാര്യം എന്ന് വെച്ചാൽ വാഴയില, അതായത് ഇല പറിക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇനി ഈ പുട്ടുപൊടി എടുത്തിട്ടുള്ള ആ നമ്മളെ കവറുണ്ടല്ലോ അതിൻ്റെ അകത്ത് എണ്ണ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നട്ടുച്ച ആയതുകൊണ്ട്, നട്ടുച്ച സമയം അപ്പോൾ വെയിലത്ത് പോയിട്ട് പറിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ അകത്ത് അങ്ങനെ പരത്തിയെടുക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ട. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വെള്ളം ചൂടാക്കാം. വെള്ളം ഇട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് പെരുംജീരകവും വേണം. കുറച്ചൊരു കൈപ്പിടീൻ്റെ അളവൊന്നും വേണ്ട, ഒരു കൈപ്പിടീൻ്റെയും കുറവ് അളവിൽ പെരുംജീരകം, ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാൻ ഇതിൻ്റെ അകത്ത് പെരുംജീരകം ചേർത്ത് കൊടുക്കും. കാരണം നമുക്കിത് 40 കൗണ്ടിന് മേലെ വേണം. അപ്പോൾ കാരണം നമ്മളെല്ലാവരും കൂടി 40ൽ മേലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് 40 കൗണ്ടിൽ മേലെ നെയ്പത്തൽ വേണം. അതുകൊണ്ടാണ് ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇത് മതിയാവുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ അരിപ്പത്തലാക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ 2-3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാൻ അതിൻ്റെ അകത്ത് ഗോതമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൗണ്ട് ജാസ്തി ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ വരെ ഞാൻ പോകുന്നത്. ഗോതമ്പ് കൗണ്ട് കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ മതിയാവും. കാരണം എനിക്ക് ആ ഒരു ഫ്ലേവറിന് ഗോതമ്പ് കൂടി ഇട്ടാൽ ഒരു കളർ ചേഞ്ച് അങ്ങനെയാ കിട്ടാന്നുള്ളൊരു വിശ്വാസം ഒന്നിക്കുമ്പോനോ എന്തോടിക്കും പറയാട്ടോ, അങ്ങനെയാണ്. അപ്പം ഞാൻ ആക്കുന്ന വിധത്തിലേക്ക് നമുക്ക് പോവാം. നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടാണ് ഉള്ളത്. വെള്ളം ചൂടാകുന്ന സമയത്ത് നമുക്ക് പൊളിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. ഈ പാത്രത്തിലിടണോ വലുതിലിടണോ എന്ന് ഞാൻ ആലോചിക്കുന്നു. കുറച്ചും കൂടി വലിയ പാത്രത്തിലാകുമ്പോൾ കുഴക്കാൻ കുറച്ചും കൂടി സുഖം ഉണ്ടാവില്ലായിരിക്കും. അല്ല ഇതില്ല. എന്നാൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതുവരെയായിട്ട് എത്തിയില്ല. വരുന്ന പറഞ്ഞത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയാളെയും കൂടി കാണിച്ചു തരാം. അപ്പം അയാൾ വരുമ്പോഴേക്കും നമുക്കിത് കുഴച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെയ്പത്തൽ ചുട്ടെടുക്കാന്ന് വെച്ചാൽ വലിയ പണിയുള്ള പണിയല്ല. പക്ഷെ കൗണ്ട് കൂടുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ. ആക്ച്വലി ശരിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ നെയ്പത്തലാക്കുമ്പോൾ ഇത് കുഴച്ചെടുക്കലാണ് ശരിക്കുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ചിലപ്പോൾ ഈസി ആയിരിക്കും. എനിക്ക് കുറച്ച് പണി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ
ഇത് കുഴച്ചെടുക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഈ പതക്കുന്ന വെള്ളത്തിൽ കുഴച്ചെടുക്കണമല്ലോ. ആ ഒരു ബുദ്ധിമുട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈസി പ്രോസസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ടല്ലേ ഇപ്പോൾ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റിൽ പറയാം. ഇനി ഞാനൊരു ടീസ്പൂണിൻ്റെ അളവിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂണിൻ്റെ അളവിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണിലല്ല കഴിക്കാൻ ഇട്ട് വരുന്നത്. അതേപോലെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ജീരകം എടുക്കുന്നത്. നമുക്ക് ആക്കി ശീലമുള്ളതുകൊണ്ട് കയ്യിലെടുക്കുന്നത് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുട്ടികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ജീരകവും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതാണ് പൊടി. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഒരു ചേർന്നാറുണ്ട്. ഞാനിവിടെ ആശീർവാദിന് ഗോതമ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടീൻ്റെ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മിക്കവാറും പാത്രം മാറ്റേണ്ടി വരും. ഞാൻ അന്നേരം വിചാരിച്ചതാണ് ചെറുതല്ലേ ഇത് മതിയാകുന്ന വെച്ചിട്ടുള്ള അഹങ്കാരം കൊണ്ട് മാറ്റേണ്ടതാണ്. പക്ഷെ മതിയാവില്ല. അഹങ്കാരം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുഴക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിനകത്ത് കുഴക്കാൻ കഴിയില്ല. അത് വേറെ കാര്യം. വലിയ പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പം നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ കൈ പൊള്ളാണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ പ്രത്യേകം ഒരു കപ്പിൽ തണിഞ്ഞ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ അതിൽ മുക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നല്ലതുപോലെ 2 കൈയും കൂട്ടി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്താലേ നമുക്ക് നല്ല നെയ്പ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ടൈമാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പൊതുവേ നെയ്പ്പത്തിൽ അരി അരച്ചിട്ടാണ് ആക്കാറ്. പക്ഷെ ഞാൻ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കണ്ടുപിടിച്ചുകൊണ്ടാണ് കേട്ടോ പുട്ടുപൊടീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ആക്കിക്കൊണ്ടിരുന്നത്. ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ ഞാനിവിടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുട്ടിൻ്റെ കവറുണ്ടോ അതന്നെ എടുത്തിട്ടാവുന്നത്. അത് ഒരു വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി കൈകൊണ്ട് ഇതാക്കിയാലും മതി. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യുക കേട്ടോ. സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും ആളുള്ള ഒരു എണ്ണ ഉണ്ടാവുമല്ലോ. എണ്ണ നെയ്യ് അതിൻ്റെ അകത്തേക്ക് ഒരു ബോളിങ്ങനെ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു ബോളിങ്ങനെ എടുക്കുക. ഈ ഒരു സൈസ് ഒരു ബോൾ എടുത്തിട്ട് അത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് അതെന്നിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ട. നമുക്ക് അധികം നേർങ്ങനെ ആക്കണ്ട, അധികം തടിപ്പ് ആക്കണം. പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് കിട്ടും. ഇനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് നമ്മൾ. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്ന ഞാനിവിടെ 2 ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രം ഇത് വെക്കാനുള്ള പാത്രം, അതിന് ശേഷം പാത്രമൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തി എടുത്തിട്ട് അതിനകത്തേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതും മീഡിയം അടുപ്പിൽ വെക്കാൻ ശ്രമിക്കുക. അതായത് വലിയ അടുപ്പിൽ വെക്കുന്നതിന് പകരം മീഡിയം അടുപ്പിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാൻ നോക്കുക. കാരണം നമ്മളിത് ഫുൾ ഫ്ലെയിമിലാണ് ചുട്ടെടുക്കുക. അപ്പം മീഡിയം അടുപ്പിലാകുമ്പോൾ ആ ഫ്ലെയിം കുറച്ച് കൺട്രോൾ ആകുമല്ലോ. നമുക്ക് എന്താ പറയുക, ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും ഫ്ലെയിം കുറച്ച് കൺട്രോളിലുണ്ടാവും. ചെറിയ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. ഇപ്പോൾ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഓയിൽ നിറയെ വേണം, കാരണം നമുക്കിതൊന്ന് മുങ്ങി എടുക്കാനുള്ള തരത്തിൽ നമ്മൾ പൂരിയൊക്കെ ചുട്ടെടുക്കില്ലേ, പൊരിച്ചെടുക്കുന്ന പോലെ, പൂരിയൊക്കെ ചുട്ടല്ല പൊരിച്ചെടുക്കുന്ന പോലെയുള്ള കണക്കിൽ ഓയിൽ നല്ലതുപോലെ വേണം. കഴിയും വെളിച്ചെണ്ണയിൽ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്, ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കഴിയും വെളിച്ചെണ്ണയിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമുക്ക് ഓയിൽ ചൂടായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, പിടിച്ചെടുക്കാം. ആ വീഡിയോന്റെ കൂടെ തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കരയുന്ന സൗണ്ട് കേൾക്കുന്ന താഴെ വീട്ടിലെ കുട്ടി കരയുന്നതാ കേട്ടോ. നമ്മൾ നെയ്പത്തൽ ഇതുപോലെയാണ് ചുട്ടെടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം നമ്മൾ ഈ ബോൾ എടുക്കുക, ഇത് നന്നായി റൗണ്ട് ചെയ്യുക. ഇതുപോലെ ഏകദേശം ഈ ഒരു പരുവത്തിൽ റൗണ്ട് ചെയ്തിട്ട് ചിലയൊക്കെ കയ്യിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. പക്ഷെ കയ്യിനെക്കാട്ടി എളുപ്പം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഇലക്ക അല്ലെങ്കിൽ വാഴയിലയിൽ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് അധികം നേരിയതാക്കേണ്ട, കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചൂട് തുടങ്ങി കേട്ടോ ഇവിടെ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ് ഞാൻ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടാണ്. കയ്യിൽ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളതെല്ലാം ഞാൻ നെയ്യിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ബോളെടുത്തിട്ട് മാത്രം ഫ്രൈ ചെയ്യുക. ഒന്ന് ചുരുങ്ങുന്ന തന്നെ അടുത്തത് പരത്തിയെടുക്കാം നോക്കാം. ഈ ഒരു സാൻഡിൽ കളർ വേണം ശരിക്കും പത്തലിന്. പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നതിനനുസരിച്ച് നമ്മളിനെ പരത്തി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. മൾട്ടി ടാസ്കിംഗ് ജോബ് തന്നെയാണെന്ന് വേണ്ടി പറയാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പരത്തിയിട്ട് ചൂടാക്കി എടുക്കാം, അതായത് പൊരിച്ചെടുക്കാം. എന്റെ പോലെ നോക്ക്, വേറെ പണി വേണം, കുഴപ്പമില്ല. അപ്പൊ എന്നെ സഹായിക്കാൻ എത്തിയ ആളെ ഞാൻ ചുട്ടു തീരാനാകുമ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എന്നെ കുറച്ചും കൂടി സഹായിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി പരത്തലും ചുടലും എല്ലാം കൂടി ഒരു 14 കൗണ്ട്സിന് മേലെ നമ്മൾ നെയ്പ്പത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ആക്കി വെച്ച നെയ്പ്പത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ ടാസ്ക് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നെയ്പ്പത്തലിവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 50 കൗണ്ട്സിന് മേലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയി റെഡിയാകുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ സൽവാറ കേട്ടോ ഇടുന്നത്. ഈ കാണുന്ന ഗ്രീൻ സൽവാറ ഞാൻ ഇടുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എൻ്റെ മോൻ്റെ സൗണ്ടാണ്, അതൊന്ന് അവോയ്ഡ് ചെയ്യണേ. അപ്പം ഞാൻ ഗെറ്റ് റെഡി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഈ സൽവാർ ഇട്ട് റെഡി ആയതിനു ശേഷം ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുൾ ലുക്ക് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. അവിടെ എത്തിയതിനു ശേഷം ഞാൻ ബാക്കി വിശേഷം പറയാം. അപ്പോൾ
അപ്പോൾ അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നു, ടേബിളൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നു ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. എനിക്ക് ഫുൾ ലുക്ക് കാണിച്ചു തരണമെന്നുണ്ട്. എൻ്റെ വീഡിയോ എടുത്ത ആൾ എടുത്തത് തലതിരിച്ചിട്ടൊക്കെ അത് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ടേബിളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫാമിലി മൊത്തത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മൾ ലേഡീസും പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ നമ്മളെ വീട്ടിൽ, അതായത് നമ്മളെ കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ലേഡീസും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പോർട്ടലൊക്കെ പ്ലാൻ ചെയ്തിട്ട് കുട്ടികളെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ഉണ്ടായത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മേടിച്ച് കുട്ടികളെ ആദ്യം ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റിലാക്കിയിട്ട് അവരുടെ വീട്ടിൽ വിട്ടതിന് ശേഷമുള്ള പരിപാടിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് എല്ലാവരും എത്തി തുടങ്ങുകയാണ്. ഡിസ്കഷനും ഫോട്ടോ സെക്ഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് അവരവരെ ഫുഡും കൊണ്ടുപോയിട്ട് ടേബിളിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും കൊണ്ടുവന്ന ഫുഡ് ഒരുമിച്ച് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഹാളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പേസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയറോ ടേബിളോ ഒന്നും എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും നിലത്ത് ഇരുന്നിട്ടുള്ള പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ടേബിൾ മാത്രം എടുത്തതെന്ന് വെച്ചാൽ നമുക്കൊരു ബൊഫേ സെറ്റപ്പിൽ പോർട്ടലേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ടേബിൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് കാണിച്ചു തരാം. ഫുഡ് കാണിക്കൽ ഉദ്ഘാടനം ചിക്കൻ ഫ്രൈനോട് കൂടി തുടങ്ങുകയാണ്. ഇത് ചിക്കൻ ഫ്രൈ, ഇത് ഗുലാബ് ജാം, അതിൻ്റെ കൂടെ പൊറോട്ടയുണ്ട്, പായസം ഉണ്ട്. അത് നമ്മളെ പാലട പായസം കേട്ടോ. അതുപോലെ പണിയാരെന്ന് പറയും ഇവിടെ ചെന്നൈയിൽ. നമ്മൾ ദോശമാവിനെ കൊണ്ടാക്കുന്നില്ല ആ സാധനം കേട്ടോ. അതിൻ്റെ കൂടെ കാരച്ചട്നിയാണത്. അതിൻ്റെ കൂടെ എന്താണ് ഇടിയപ്പം ഉണ്ട്, കേസരി ഉണ്ട്, ചട്നി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, കുട്ടിദോശയുണ്ട്, തട്ടിൽ കുട്ടി ദോശ, കറിദോശയുണ്ട്, ചിക്കൻ സ്റ്റൂവും. ഇത് തൈസാദം എന്ന് പറയില്ല അതാണ് കേട്ടോ. ഇത് ഇഡ്ഡലി വേറെയുണ്ട്. പിന്നെ ഇത് നമ്മളെ സ്വന്തം നെയ്പ്പത്തലും ഉണ്ട്. പിന്നെ വെജ് ന്യൂഡിൽസും ഉണ്ട്. പിന്നെ നമ്മളെ ചെന്നൈൻ്റെ സ്വന്തം ബിരിയാണിയാണ്. ചെന്നൈ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ഫോർ ബിരിയാണി എന്നല്ലേ പറയാറ്. അതുകൊണ്ട് ചെന്നൈ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. അത് ബിരിയാണീൻ്റെ ഓണർ കേട്ടോ ഇപ്പം കണ്ടത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഥ പറയാൻ തുടങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ കഥ പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ആദ്യം കുട്ടികളെ സെറ്റിൽ ചെയ്യാം, എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടി, അതായത് കുട്ടികളെ ഭക്ഷണം കൊടുത്തതിന് ശേഷം നമുക്കും കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിക്കളയാണ്. കാരണം നമ്മൾ കുറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് കളയാം. അതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളോടും ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പേ ചില ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ കഥ പറയുന്ന ഉണ്ടായത്. ഹെന്ന ഐ ബ്ലോക്ക് സോറി ബ്ലോക്കേ പറഞ്ഞിട്ട്. അപ്പോൾ ചില ആൾക്കാർ തമ്മാമിൽ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തമ്മാമിൽ പേരൊക്കെ പറഞ്ഞ് ഏത് ബ്ലോക്കാന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുട്ടികളെയൊക്കെ ഇരുത്തി ഇതാ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മൾ ബൊഫേ മോഡൽ കൊടുക്കാണ്ട് അതിന് പകരം അവരെ ഇരുത്തിയിട്ട് വിളമ്പി കൊടുക്കുക ചെയ്തത്. അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ കൊടുത്തോണ്ട്. ഇനി ഞാനൊരാളെ കാണിച്ചു തരാം കേട്ടോ. പാവം എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് തളർന്നു പോയി കേട്ടോ. നമ്മളെ പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെ ക്വീനാണ് ഇത്. എല്ലാ പിള്ളേർക്കും പൊതുവേ ഇഷ്ടമാണല്ലോ ഒരു ദിവസം വെറൈറ്റി ഫുഡ് കഴിക്കണം. ചില ദിവസം അവർക്ക് ചില ഫുഡ് കഴിക്കാൻ ഭയങ്കര മൂടാണെന്നല്ലോ ഉണ്ടാകുക. എനിക്ക് ഇന്നതാ വേണ്ടേ ഇതാ വേണ്ടേന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡും അതെല്ലാം ഹോം മെയ്ഡും ആയിട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും അമ്മമാർക്ക് കൊടുക്കാനായാലും കുട്ടികൾക്ക് കഴിക്കാനായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളും ഇതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ പ്ലേറ്റ്. ഞാൻ എടുത്ത ഐറ്റംസ് ആണ് ഈ പ്ലേറ്റിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ പ്ലേറ്റ് കാണിക്കുന്നതിന് നടുക്ക് മറ്റൊരാൾ പറഞ്ഞു എൻ്റെ പ്ലേറ്റ് കാണിക്കുമോ, അതിനകത്താണ് ഐറ്റംസ് കൂടുതലെന്ന്. അതുകൊണ്ട് ഞാൻ അയാളെ പ്ലേറ്റ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. പറാട്ട, ഗുലാബ് ജാമുൻ, കറി ദോശ, ഇടിയപ്പം, മഷ്റൂം കറി ദോശ, പിന്നെ പത്തിരി, നെയ്പത്തല്, ബിരിയാണി, തൈര് ചോറ്, കോഴി വറുത്തത്, കേസരി, റൈത്ത, ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ, നൂഡിൽസ്. വമ്പൻ ഹെവി ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേറ്റ് ആയിരുന്നു നമ്മൾ തിന്നത്.
എന്തൊക്കെ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അങ്ങനെ എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ സാപ്പിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ സാപ്പിട്ടതിന് ശേഷം, അതായത് കഴിച്ചു കഴിഞ്ഞ ആൾക്കാരും എന്താ പറയുക, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കല്യാണം ഉണ്ടായ എല്ലാവരും എങ്ങനെയാണ് സഹകരിക്കുക, അതുപോലെ തന്നെയായിരുന്നു ഈ പോട്ട്ലക്കിന് ഉണ്ടായത്. അതായത് റൂം ക്ലീൻ ചെയ്യാനും കഴിച്ചതിന് ശേഷമുള്ള ക്ലീനിങ്ങും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടായിരുന്നു ഉണ്ടായത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരാൾ ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷെ എല്ലാവരും കൂടിയാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അങ്ങനെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഇരുന്ന് എഗെയിൻ സൊറ പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി സൊറ പറിച്ചലൊന്നുമില്ല, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിമിന് വേണ്ടി എല്ലാവരും ഇത് അറേഞ്ച് ചെയ്ത് നിർത്തുകയാണ്. ഫസ്റ്റിലെന്ന് വെച്ചാൽ ഒരു ഡാൻസ് ചാലഞ്ചാണ്. അതായത് ഒരാൾ ലൈനിൽ എല്ലാവരും നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഫസ്റ്റിലുള്ള ആൾ ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. ആ ആൾ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അയാൾ കളിച്ചിട്ട് മറ്റേ ആൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ ആളും അടുത്താൾക്ക് പാസ് ചെയ്ത് പോകുന്നത്. പാസിംഗ് ഡാൻസ് ചാലഞ്ചാണ് ഫസ്റ്റിലേത്തത്. അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയൂ. അപ്പോൾ ഈ ഫസ്റ്റ് പാസിംഗ് ഡാൻസ് ചാലഞ്ചിൽ ഞാൻ ഗിരിജക്കൊക്കെ കേട്ടോ കാണിച്ചു കൊടുത്തത് സ്റ്റെപ്പ്. അപ്പോൾ ഗിരിജക്ക നെക്സ്റ്റ് ആൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആൾ ഇത് മുന്നിലേത്താക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാസ് ചെയ്ത് പോകുന്നതാണ് നല്ലൊരു രസമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയും എങ്ങനെയാന്ന്. ഒരാൾ സ്റ്റെപ്പ് കാണിച്ചിട്ട് ഇരുന്ന് പോയതാ, പിന്നെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടിട്ട് പറ എങ്ങനെയുണ്ട് എന്ന്. ഞാൻ ചമ്മച്ചെല്ലോന്റെ സ്റ്റെപ്പായിരുന്നു കാണിച്ചിട്ടുണ്ടായത്. അത് ഹേമേൻ്റെ അടുക്ക് എത്തുമ്പോഴേക്ക് വെളിച്ചപ്പാട് ഉറതുള്ളുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാ ഉറതുള്ളുന്ന വെളിച്ചപ്പാടിനെ കാണുമ്പോഴേക്ക് മീനേൻ്റെ അടുക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മീനു വെളിച്ചപ്പാടിനെ ഒരു മോഡേണിസ്റ്റ് വേർഷൻ ആക്കിയതാ തോന്നുന്നു. ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. എൻ്റെ സ്റ്റെപ്പാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ ആളെടുത്ത് എത്തുമ്പോൾ ചമ്മച്ചലോന്റെ സ്റ്റെപ്പിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണ്ട, നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അവസാനം ഞാൻ തന്നെ കാണിച്ചു കൊടുത്തു ഞാൻ എന്താ കാണിച്ചത് എന്നുള്ളത്. ഇനി ഇത് അടുത്ത റൗണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ നമ്മളെ മീനുവാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ടായത്. അത് നമ്മളെ വുമൻസ് ഡേൻ്റെ ഡാൻസ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും. അതിനകത്ത് നമ്മളെ നീക്കി കാവലി ആ സോങ്ങിൻ്റെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റെപ്പാണ് കേട്ടോ കാണിച്ചത്. പക്ഷേ അത് എത്തുമ്പോഴേക്കുള്ള സ്റ്റെപ്പിൻ്റെ അവസ്ഥയെന്ന് ഞാൻ ആലോചിച്ചു പോവുക. ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളെ വൈസ് പ്രസിഡൻ്റായ ഹേമ തന്നെ അതിനൊരു പുതിയ വേർഷൻ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പും ഈ സ്റ്റെപ്പും നമ്മൾ അടിപൊളിയല്ലേ? അപ്പോൾ മുന്നിലേക്ക് എത്തുമ്പോൾ എന്താ അവസ്ഥ എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. ഗിരിജേച്ചി കളിച്ചതിന് ശേഷം മീനു തന്നെ വന്നിട്ട് കാണിച്ചു കൊടുത്തു എന്താ അവള് കാണിച്ചേന്നുള്ളത്. എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഫുൾ ഗെയിംസിൻ്റെ ഒന്നും ക്ലിപ്പിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാലും ഒരുവിധം എല്ലാ ഗെയിംസിൻ്റെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേർഡ് സെക്ഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ്റെ ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ഞാനാണ് കേട്ടോ. കാരണം ഈ കാണിച്ച സ്റ്റെപ്പ് എനിക്ക് കാണിച്ചു തന്നതും ഞാൻ കളിക്കുന്നതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ഏത് അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്, എങ്ങനെ തുടങ്ങിയ സ്റ്റെപ്പായിരുന്നു, എങ്ങനെയാണ് എത്തുന്നതെന്ന് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഇതുപോലെ തന്നെയല്ലേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ചിലപ്പോൾ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യം, പക്ഷെ മറ്റേ ഓപ്പോസിറ്റുള്ള ആൾ എടുക്കുന്ന വിധം അതേ സന്തോഷത്തോടെ അല്ലെങ്കിലും നമ്മൾ പറഞ്ഞ ടോണും മാറ്റിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ്ങും ഇതും ഒക്കെ മാറിപ്പോകില്ല. സത്യം പറഞ്ഞാൽ ഈ ഡാൻസിൻ്റെ സ്റ്റെപ്സ് കാണുമ്പോൾ എനിക്ക് അതുപോലെ കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ഗെയിം സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതാ സെക്കൻഡ് ഗെയിം സെക്ഷൻ ഇവിടെ തുടങ്ങുന്നത്. സെയിം ലെഗ് സെയിം ഹാൻഡ് ചലഞ്ച് അങ്ങനെ എന്തോ കേട്ടോ ഇതിൻ്റെ പേര്. അങ്ങനെ ഇതാ അത് തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ.
നല്ല രസമല്ലേ കാണാൻ? ഇനിയുള്ള രസം കൂടാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു സ്റ്റെപ്പാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മളെ മൊയലാളി. അപ്പം നമ്മളെ മൊയലാളി കാലിന് സ്ഥിതിക്ക് ഇതാ നമ്മളെ ചെറിയ മൊയലാളി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ മീൻ വന്ന് ഇപ്പോൾ തുള്ളിക്കൊണ്ട് വന്നത് കുരങ്ങെന്നുള്ളത് പോലെയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് എല്ലാവരും ചെയ്യാൻ പോകുന്നത്. അതേ കാലം അതായത് ഒരേ കാലും ഒരേ കൈയും ഒരേപോലെ മൂവ്മെൻറ്റ് ചെയ്യണം എന്നാണ് ഈ സ്റ്റെപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. സത്യം പറഞ്ഞാൽ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫണ്ണായിട്ടുള്ള ഒരു എന്താ പറയുക ക്ലാസിക് മൂമെൻറ്റ്സ് ഉള്ള ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് വേണ്ടി പറയാം. ആഫ്റ്റർ കോളേജ് ഡേയ്സ് നന്നായി എൻജോയ് ചെയ്ത ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസം കൂടിയാണെന്ന് വേണ്ടി പറയാം. നല്ല ഫുഡും നല്ല ഗെയിംസും നല്ല ഫണ്ണും അത്യാവശ്യം പരദൂഷണവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് തന്നെയായിരുന്നു നമ്മളെ പോട്ടിലൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്നായി മിസ് ചെയ്യുന്നു ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നിമിഷങ്ങൾ. ആ ഒരു സ്റ്റെപ്പാട്ടോ ഓർമ്മ വരുന്നത്. ആ ഒരു മ്യൂസിക് സ്റ്റെപ്പല്ല, ആ ഒരു മ്യൂസിക്. ഈ ഒരു ഗെയിമില് ഷോർട്ട് ടോപ്പർ നമ്മളെ ഗിരിജക്കയായിരുന്നു കേട്ടോ. കാണുന്നില്ലേ, നല്ല ഡാൻസ് വൈസ് ആയിരുന്നു ആശാൻ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. പൊളിച്ചടുക്കി എന്തായാലും. ആക്ച്വലി സത്യം പറഞ്ഞാൽ മുങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ. ഇതുവരെ ആരും കാണാറുണ്ട്. പക്ഷെ എന്നെ കൈയോടെ പിടിച്ചു കേട്ടോ. അവർ എന്നെ പിടിച്ച് കൊണ്ടുപോയി നിർത്തിയിട്ടാ എൻ്റെ സ്റ്റെപ്പ് നോക്കൂ എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാമെങ്കിൽ കമലിൽ പറയാൻ മറന്നു പോകരുത്. ഞാൻ തുള്ളിച്ചാടി ഇതാ തിരിച്ച് ഓടിക്കളഞ്ഞു. അങ്ങനെ ഗെയിം സെക്ഷന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരു അടിപൊളി അടാറ് പാട്ട് കേട്ടിട്ട് എല്ലാവരും കൂടി ഡാൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഡാൻസിൻ്റെ ഫുൾ വേർഷനൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചാനൽ വെച്ചിട്ടാണ് ഉണ്ടായത് ക്യാമറ. അല്പമൊക്കെ ഞാൻ ഇതിനകത്ത് അതിൻ്റെ ക്ലിപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാ പാട്ടെന്ന് മനസ്സിലായോ? അഴകിയല്ല ഓ, ആ ഒരു പാട്ടിനായിരുന്നു നമ്മളെ പെർഫോമൻസ് ഉണ്ടായത്. നിങ്ങൾക്ക് അറിയാലോ എപ്പോഴത്തെയും പോലെ തന്നെ എന്താ പറയുക കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പാട്ട് ആഡ് ചെയ്യാത്തത്. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. അതുപോലെ എൻ്റെ ഈ പോട്ട്ലക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. വീഡിയോ തീർന്നില്ല, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടി കണ്ടിട്ട് വരാം. പാട്ടിന് ശേഷം ഇതാ മഹാറാണി ചെങ്കോൽ കൈമാറൽ ചടങ്ങ് നടത്തുകയാണ്. ശേഷം നമ്മളെ സമാപനം ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ പോട്ട്ലക്കിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ, അതായത് ഡാൻസ്, പാട്ട്, ഗെയിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ്ഗും കിസ്സും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. ആ ഒരു ടൈം തന്നെ എല്ലാ ഡിഷസും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളതൊക്കെ ഷെയർ ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരായിട്ട് ഫ്ലാറ്റിലേക്ക്, അതായത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊക്കെ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടുതലാണല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ റൂം കിട്ടിയത് അതുപോലെ തന്നെ വൃത്തിയിൽ നല്ല നീറ്റാക്കി ക്ലീനാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പറഞ്ഞത്. പാട്ടിലൊക്കെ കഴിഞ്ഞു, ഒരു പാട്ടിന്റെ കയ്യിലും കിട്ടി, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു അടിപൊളി സായാഹ്നം ഇവിടെ അവസാനിക്കുകയാണ്. അതായത് നമ്മൾ പോട്ട്ലക്ക് ഈവനിങ് ഇവിടെ തീരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ഇഷ്ടപ്പെട്ടോ? സിമ്പിളായിട്ട് എൻ്റെ പോട്ട്ലക്കിനുള്ള കുക്കിങ്ങും അതിൻ്റെ ശേഷമുള്ള പോട്ട്ലക്കിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട്